ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ പച്ചമാങ്ങയുടെ സീസണാണല്ലോ. നമുക്കിന്ന് പച്ചമാങ്ങ വെച്ചിട്ട് നല്ലൊരു ചമ്മന്തിപ്പൊടി തയ്യാറാക്കിയാലോ. ഇത് ചോറിനും കഞ്ഞിക്കും ഒപ്പമെല്ലാം കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിപ്പൊടിയാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുകയും വേണം. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. എങ്കിൽ നേരെ വീഡിയോയിലേക്ക് പോകാം. ചമ്മന്തിപ്പൊടി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 2 വലിയ പച്ചമാങ്ങയാണ് എടുത്തിട്ടുള്ളത്. മാങ്ങ നന്നായി കഴുകിയതിന് ശേഷം ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം. എങ്ങനെയും അരിഞ്ഞെടുക്കാം കേട്ടോ, കാരണം പിന്നീട് നമ്മളിത് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കും. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ കൂടി ആവശ്യമായിട്ടുണ്ട്. നിങ്ങൾക്ക് ചമ്മന്തിപ്പൊടി എത്രയാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കൂട്ടിയെടുക്കണം. ഇനി ഇതിലേക്ക് 1 കൈപ്പിടി നിറച്ചും കറിവേപ്പിലയും 6 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കൂടി എടുത്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിലേക്ക് മാങ്ങ, തേങ്ങ, കറിവേപ്പില, ഉപ്പ് ഇത്രയും ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇത് നമ്മുടെ പച്ചമാങ്ങ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എരിവില്ലെന്നേ ഉള്ളൂ, എന്നാൽ ഇത് നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. ഇനി നമുക്ക് ചമ്മന്തി പൊടി തയ്യാറാക്കാം. അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കണം. ഇനി ഉലുവ ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഇനി കടുകെല്ലാം ഒന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ. ഇപ്പോൾ ഇവിടെ കടുകെല്ലാം ഒന്ന് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. 6 അല്ലി വെളുത്തുള്ളിയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ചെറിയൊരു കഷ്ണം ഇഞ്ചി കൂടി അരിഞ്ഞ് ചേർത്ത് കൊടുക്കണം. ഇനി ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാം പച്ചമണമെല്ലാം ഒന്ന് മാറി നല്ലൊരു മണം വരുന്നു തുടങ്ങുന്ന സമയത്ത് നമുക്കതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന മാങ്ങ, തേങ്ങ കൂട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി ഇതിലെ വെള്ളമെല്ലാം ഒന്ന് വറ്റി വരണം. അപ്പോഴാണ് നമ്മുടെ ചമ്മന്തിപ്പൊടിയുടെ കറക്റ്റ് കൺസിസ്റ്റൻസി ആവുന്നത്. ഇപ്പോൾ പച്ചമാങ്ങയുടെ സീസണാണ് നമ്മുടെ വീട്ടിലും. ഇനി നമ്മുടെ വീട്ടിലില്ലെങ്കിൽ അയൽ വീട്ടിൽ നിന്നെങ്കിലും നമുക്ക് പച്ചമാങ്ങ കിട്ടും. ഇനി അങ്ങനെയും കിട്ടാനില്ലാത്തവർ കടയിൽ നിന്ന് 2 പച്ചമാങ്ങ വാങ്ങിയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, എന്നാൽ കഴിക്കാനാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇത്രയും നല്ല രുചിയുള്ളൊരു പച്ചമാങ്ങ ചമ്മന്തിപ്പൊടിയാണിത്. ഇത് നമുക്ക് നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് മാത്രമല്ല കുട്ടികൾക്ക് ഹോസ്റ്റലിലേക്കും മറ്റും കൊടുത്തേക്കാനൊക്കെ പറ്റിയ കിടിലനൊരു ചമ്മന്തിപ്പൊടിയാണിത്. ഇത് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ചമ്മന്തിയിൽ നിന്നും വ്യത്യസ്തമായി നല്ല മൊരിഞ്ഞ മണവും മാങ്ങയുടെ പുളിയും എരിവും എല്ലാം ഒത്തുചേർന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിപ്പൊടിയാണ്. മുമ്പ് ഞാൻ പഴുത്ത മാങ്ങ വെച്ചിട്ട് മാങ്ങാത്തര ഉണ്ടാക്കുന്ന ഒരു പഴയകാല റെസിപ്പി അപ്ലോഡ് ചെയ്തിരുന്നു. ഒത്തിരി പേർ നല്ല അഭിപ്രായം പറഞ്ഞൊരു റെസിപ്പിയാണത്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ എഴുതി അറിയിക്കണം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണിനും താഴെയായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി തീ വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഇളക്കി യോജിപ്പിച്ചെടുക്കാനായിട്ട്. ഈ ഒരു ചമ്മന്തിപ്പൊടി തയ്യാറാക്കാൻ വളരെ ഈസിയാണ്. പക്ഷേ ഈ മാങ്ങയിലെയും തേങ്ങയിലെയും എല്ലാം വെള്ളം നന്നായിട്ട് വറ്റി വരണം. അതിന് കുറച്ച് കൂടുതൽ സമയമെടുക്കും. കാരണം ഇത് കുറച്ച് കൂടുതൽ ദിവസം നമുക്ക് സൂക്ഷിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ ഇതിലെ വെള്ളമെല്ലാം വറ്റി നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടണം. എങ്കിലേ നമുക്കിത് ഒരുപാട് കാലം സൂക്ഷിക്കാനൊക്കെ പറ്റുകയുള്ളൂ. ഇപ്പോൾ ഇതിലെ വെള്ളമെല്ലാം ഏകദേശം ഒന്ന് വറ്റി വരുന്നുണ്ട്. നമ്മൾ തേങ്ങയും മാങ്ങയും എല്ലാം മിക്സിയിൽ ക്രഷ് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നു. ഈ ഒരു സമയം നമുക്കിത് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇത് വറുത്തെടുക്കുമ്പോൾ എപ്പോഴും നോൺ സ്റ്റിക്കിൻ്റെ പാൻ ഉണ്ടെങ്കിൽ അതെടുക്കണം. ഇപ്പോൾ സ്റ്റീലിൻ്റെ പാത്രമെല്ലാം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. നോൺ സ്റ്റിക്കിൻ്റെ പാനാണെങ്കിൽ നമുക്കിത് നല്ല രീതിയിൽ തന്നെ ഡ്രൈ ആയി കിട്ടും. നമ്മുടെ മാങ്ങാ തേങ്ങ കൂട്ടിവിടെ വറുത്തെടുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു അരമണിക്കൂറോളമായി. ഇതിപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് നല്ലൊരു മണം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ കളർ മാറി നല്ലൊരു ബ്രൗൺ കളറായി വന്നു. ഈ ഒരു സമയം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ചമ്മന്തിക്ക് എരിവിന് ആവശ്യത്തിനുള്ള 1/2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീർ ചില്ലിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി 1/2 ടീസ്പൂൺ കായംപൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ ചേർത്തത് കൊണ്ട് തന്നെ അതിനി ചേർക്കേണ്ട ആവശ്യമില്ല.
ഇനി ഈ പൊടികൾ ചേർത്ത് നന്നായിട്ട് ഇതൊരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. പൊടികളുടെ പച്ചമണമെല്ലാം ഒന്ന് മാറി വരട്ടെ. ഇനി നമ്മുടെ ചമ്മന്തിപ്പൊടിക്ക് നല്ല ടേസ്റ്റ് കൊടുക്കാനായിട്ട് നമുക്കിതിലേക്കൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മുടെ ചമ്മന്തിപ്പൊടിയുടെ എരിവും പുളിയും ഉപ്പും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യും. അതിനായിട്ട് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ശർക്കര പൊടി ചേർത്ത് കൊടുക്കാം. ശർക്കര പൊടി കൂടി ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഒരു 2 മിനിറ്റ് ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ. ഇത് കണ്ടില്ലേ, നല്ല മൊരിഞ്ഞു വന്ന് നമ്മുടെ ചമ്മന്തി നല്ല ഡ്രൈ ആയി നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ. എന്നിട്ട് നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇതിപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം. ഇതാ നമ്മുടെ ചമ്മന്തിപ്പൊടി ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കാണിച്ചു തരാം. കണ്ടില്ലേ, നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിപ്പൊടി ഇവിടെ റെഡിയാണ്. ഇനി നിങ്ങൾക്കിതൊരു ബോട്ടിലിൽ സൂക്ഷിക്കാം, പുറത്ത് സൂക്ഷിക്കാം. ഇനി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരുപാട് കാലം നമുക്കിത് കേടുകൂടാതെ തന്നെ സൂക്ഷിക്കാൻ കഴിയും. ഇത് നമ്മുടെ സാധാ ചമ്മന്തിപ്പൊടിയല്ല, അതിലേറെ കുറച്ചുകൂടി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിപ്പൊടിയാണ്. നല്ല മണവും രുചിയും ഗുണവും ഒക്കെയുള്ള ഈ ഒരു ചമ്മന്തിപ്പൊടി ചൂടാറിയ ശേഷം നമുക്കൊരു ഗ്ലാസ് ഭരണിക്കകത്തോ അല്ലെങ്കിൽ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോ സൂക്ഷിക്കാം. യാത്രകൾ പോകുമ്പോഴോ അല്ലെങ്കിൽ കറികൾ വെക്കാൻ മടിയുള്ള ദിവസങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ, അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ നമുക്കിത് വളരെ ആശ്വാസമായിരിക്കും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു ചമ്മന്തിപ്പൊടിയാണിത്. നിങ്ങൾക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ എഴുതിയിരിക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കണം. ഇതുപോലെയുള്ള നല്ല നാടൻ റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.